ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ, എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. ബോണി എന്താ വെച്ചാ തുടങ്ങ്, ചോദിക്ക്. ബോണി ചോദിക്കുമ്പോഴാണല്ലോ അങ്ങനെ പറഞ്ഞാണല്ലോ നമ്മളീ തുടങ്ങുന്നത്. അച്ഛാ, ഇന്ന് എന്തോ എനിക്ക് തുടങ്ങാനായിട്ടൊന്നും കിട്ടുന്നില്ല. ഒരു മടുപ്പ് പോലെ. യാത്രയുടെയാ? യാത്രയുടെ കുറച്ചേ ഉള്ളൂ, പക്ഷെ എന്തോ ഒരു മടുപ്പ്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ. ചില ദിവസം നമ്മൾ വളരെ ഫ്രഷായിരിക്കും, ചിലപ്പം എത്ര നോർമൽ പേഴ്സണാണെങ്കിലും ഇച്ചിരി ഭാരം വരും. ചിലപ്പോൾ കത്തി നിൽക്കുന്ന ശുശ്രൂഷകരായിരിക്കാം, ചിലപ്പം ഇന്നലെ വരെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മയായിരിക്കാം. പെട്ടെന്നൊരു ഭാരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം ഈ ആദി, നമ്മളിന്ന് പറഞ്ഞതുപോലെ ആദി തിന്നുമ്പോഴേ അതിൻ്റെ ഭാരം അറിയത്തുള്ളൂ. സാരമില്ലെന്നേ, ഈ സങ്കീർത്തനം 23 ഇങ്ങനെ പറയുന്നതല്ല. എൻ്റെ ഇടയൻ, ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ഇടയൻ, ഞാൻ പറയുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക്, എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ മനസ്സ് തകരുകയില്ല, എന്നെ കർത്താവ് നടത്തും, ഇങ്ങനെ ഒറ്റയ്ക്ക് ആവർത്തിച്ച് പറയുന്നതല്ല. ഞാനങ്ങനെ ഭാരം വരുമ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് പറയും. പക്ഷെ അത് പറയാറുണ്ട്, മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഭയങ്കരമായൊരു വേദന വരാൻ നേരത്ത് ചില സമയത്ത് നമ്മളത് ശരി തന്നെ. കാരണം നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തി കഴിയുമ്പോഴും പൗലോസ്ലീഹ പറഞ്ഞില്ല, ഞാൻ തന്നെയും എന്നോട് മല്ലടിക്കുന്നുണ്ട്. അപ്പം എല്ലാവരോടും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ഒരു ഭാരം വരുമ്പം അപ്പോൾ അതിന് ചെയ്യേണ്ടത്, ഞാനെപ്പോഴും എനിക്ക് ദൈവം സഹായിച്ച് ഈ വചനം ആവർത്തിക്കണം. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ മനസ്സ് തകരത്തില്ല, എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ അവിടെ നടത്തും, അങ്ങനെ അങ്ങോട്ട് പറയുക. അച്ഛൻ്റെ ഒരു പാട്ട് എനിക്ക് മുഴുവനായിട്ട് ഞാനത് ഓർക്കണില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ വരിയുണ്ട്, ഇതുപോലെ ഇങ്ങനൊരു വരിയുണ്ട്. എനിക്കതിൻ്റെ ബാക്കിയൊന്നും അറിയില്ല. അങ്ങനൊരു പാട്ടുണ്ട് ബോണി, അങ്ങനൊരു പാട്ടുണ്ട്. സത്യത്തിൽ ആ പാട്ട് എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല, എൻ്റെ പരിപാലകൻ തെല്ലും 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 ഉറങ്ങുകില്ല. പണ്ട് നമ്മുടെ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ, ഈ റെക്കോർഡർ വരുമ്പോഴേ ചില വാക്കുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നേ. സ്നേഹരൂപനാമേശുവേ യേശുവേ യേശുവേ, ഇങ്ങനെ പണ്ട്. അപ്പം ഞാൻ ഓർത്ത്, ദേവി ഇതെന്നാ പരിപാടി, ഇത് എന്നാ പറ്റി? പള്ളിയിൽ നിന്ന് കേൾക്കുമ്പം സ്നേഹരൂപനാമേശുവേ യേശുവേ യേശുവേ എന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ പാടിയതല്ല. ആ വാക്ക് തെല്ലും ഉറങ്ങുകില്ല, എൻ്റെ അങ്ങനെ ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. ഞാനും ചിലപ്പോൾ മറന്നു പോകും ചില വരികളൊക്കെ. ഒരു സെക്കൻഡ് പോലും ഒറ്റ നിമിഷം പോലും ഉറങ്ങില്ല. ശരിക്കും ഈ ബോണി ഈ പാട്ട് അനേകം പാട്ടുകളിൽ എന്നെ തന്നെ ഹീല് ചെയ്ത, എന്നെ തന്നെ സുഖപ്പെടുത്തിയ ഒരു പാട്ടായത്. അതുകൊണ്ട് സത്യം പറഞ്ഞ് ഇത് കെസ്റ്റർ പാടാൻ വെച്ചിരുന്നതാണ്. കെസ്റ്ററിൻ്റെ ശബ്ദത്തിന് ഇണങ്ങുമെന്ന് ഓർത്ത്, എനിക്ക് കെസ്റ്ററിനോട് വലിയ സ്നേഹമായതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി മാറ്റി വെച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന് അന്ന് ശബ്ദത്തിനോ മറ്റോ ഒരു ഭാരം വന്നു. കുറച്ച് ദിവസങ്ങൾ വേണ്ടി വന്നു കെസ്റ്ററിന് സുഖപ്പെടാൻ. അപ്പോൾ ഞാൻ പിന്നീട് ചെങ്ങന്നൂരുള്ള സുരേഷ് ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ പോയി. എൻ്റെ ബോണി എന്തോരം സമയം, ഒന്നാമത്തെ എൻ്റെ വോയിസിനൊരു സ്ക്രാച്ച്. അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ പാടുമ്പോൾ എത്രയോ സമയമെടുത്തെന്നറിയാം ഈ പാട്ട് പാടാൻ. പക്ഷേ അത് എന്നെക്കൂടി പിന്നീട് സുഖപ്പെടുത്തി. എൻ്റെ ഇടയൻ നമ്മെ നടത്തും, നമ്മുടെ ഉള്ളം കലങ്ങിടില്ല, എൻ്റെ പരിപാലകൻ തെല്ലും ഉറങ്ങുകില്ല, ദൈവമെൻ്റെ കൂടെയുള്ളപ്പോൾ എന്തിനേറെ ഭയന്നീടണം.
എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. എൻ്റെ പരിപാലകൻ തെല്ലും ഉറങ്ങുകില്ല. ദൈവമെൻ്റെ കൂടെയുള്ളപ്പോൾ എന്തിനേറെ ഭയന്നിടണം. നൊന്തു നീറിക്കരഞ്ഞിടണം. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. മാമലകളോശലേമിൻ്റെ ചുറ്റുമതിലായിരുന്നപ്പോൾ എൻ്റെ നായകൻ പരിപാലകൻ മറച്ചിടുമെന്നെ തൻ ചിറകതിനാൽ. എൻ്റെ നായകൻ പരിപാലകൻ മറച്ചിടുമെന്നെ തൻ ചിറകതിനാൽ. എൻ്റെ പ്രാണനിൽ ആനന്ദമൊഴുകിടുന്നു, എൻ്റെ പ്രാണനിൽ ആനന്ദമൊഴുകിടുന്നു. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. താബോറിന്റെ താഴ്വരങ്ങളിൽ തിന്മ ചെയ്തു ഞാനലയുമ്പോൾ മോശയേകിയ ഇവർ ചേരുന്ന നിന്റെ പ്രാഭവം കാണുവാൻ എന്നെ വിളിച്ചു. മോശയേകിയ ഇവർ ചേരുന്ന നിന്റെ പ്രാഭവം കാണുവാൻ എന്നെ വിളിച്ചു. എൻ്റെ ജീവിത ഭാഗ്യമതായിരുന്നു, എൻ്റെ ജീവിത ഭാഗ്യമതായിരുന്നു. എൻ്റെ ഇടയൻ എന്നെ നടത്തും, എൻ്റെ ഉള്ളം കലങ്ങുകില്ല. എൻ്റെ പരിപാലകൻ തെല്ലും ഉറങ്ങുകില്ല. ദൈവമെൻ്റെ കൂടെയുള്ളപ്പോൾ എന്തിനേറെ ഭയന്നിടണം. നൊന്തു നീറിക്കരഞ്ഞിടണം. Mm-hmm.
ഈ പാട്ട് എങ്ങനെയാണ് കേട്ടത്? അച്ഛൻ്റെ CD-യിൽ കേട്ടതാണ്. അല്ലല്ല, ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് കേട്ടുപോയി. അതെ അതെ, എപ്പോഴും ഒരു യാത്രയുടെ സമയത്ത് വണ്ടിയിൽ കേട്ടാണ്. അന്നേരം ഞാൻ ശ്രദ്ധിച്ചു, അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രാച്ചുള്ള സ്വരം അച്ഛൻ തന്നെ പാടിയെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഒരു നല്ലൊരു അഭിഷേകം ഉണ്ടായിരുന്നു ആ പാട്ടിൽ. അത് ദൈവത്തിൻ്റെ മാത്രം മഹത്വമാണ്. പക്ഷെ എന്നെ ഞാൻ ഈ പാട്ടിൽ കണ്ടൊരു അത്ഭുതമുണ്ട്. ഞാൻ ബോണിയോട് പറഞ്ഞില്ലേ, ബോണി ഇത് കെസ്റ്റർ പാടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കാത്തുവെച്ചതാണ്. അപ്പം ഇത് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല എന്ന ആ പാട്ടുള്ള ആൽബത്തിലാണ്. അപ്പം കെസ്റ്റർ പാടണമെന്ന് ആഗ്രഹിച്ച് എന്നിട്ട് ഒടുവിൽ പാടാൻ പറ്റാമെന്ന് വന്നപ്പം ഞാൻ സ്റ്റുഡിയോയിൽ പാടുക, സമയം എടുത്തതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എൻ്റെ ബോണി, ഞാനിത് പാടി ഇറങ്ങുമ്പം കോഴഞ്ചേരിയിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. അമ്പിളി എന്നൊരു പെൺകുട്ടിയുടെയാണ്, വക്കച്ചൻ എന്നൊരു പ്രിയപ്പെട്ട ഒരാളുടെ ഭാര്യയാണ്. അപ്പം ഈ പെൺകുട്ടി എപ്പോഴും പറയുമായിരുന്നു, വെച്ചാൽ എനിക്ക് ഒരു കുഞ്ഞില്ല, ഒരു കുഞ്ഞുണ്ട്, ആഗിനെന്നാണ് അവൻ്റെ പേര്. അപ്പം അവൻ നിരങ്ങി നീങ്ങത്തേ ഉള്ളൂ, സ്ക്രോൾ ചെയ്യത്തെ അവന് പറ്റത്തില്ല, വേറെ ഒന്നും ചെയ്യത്തില്ല. വെച്ചാൽ രണ്ടാമതൊരിക്കലും ഒരു കുഞ്ഞിനെ ദൈവം തന്നിട്ടില്ല. അപ്പോൾ ഇവള് എന്നെ വിളിച്ച് പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ നമുക്കിപ്പം പ്രാർത്ഥിക്കാം മോളെ, പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കാം, പ്രാർത്ഥിക്കാം, ത്യാഗം എടുക്കാം. അതിലപ്പുറം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചേട്ടാ ഇവള് പിന്നെയും വിളിക്കുക, അമ്പിളി എന്നെ വിളിക്കുക, അച്ഛാ എനിക്ക് കുഞ്ഞില്ല, നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്, ഇതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പാട്ട് ഹൃദയം നൊന്ത് പാടി ഇറങ്ങുമ്പം ഞാൻ ഈ പാട്ട് പാടുന്നതിന് മുമ്പ് കർത്താവ് ഈ പാട്ട് മുഖാന്തരം സൗഖ്യം ഉണ്ടാകണമേ എന്നൊക്കെ ആഗ്രഹിച്ചു. നിന്ന് ഇപ്പോൾ എന്നെ ഈ കൺട്രോൾ റൂമിൽ നിന്ന് കറക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമുക്ക് നാണക്കേടുണ്ട്. നാണക്കേടെന്ന് വെച്ചാൽ വലിയ ദുരഭിമാനം എനിക്ക് ഒത്തിരിയില്ല. എങ്കിലും എത്ര പാടിയിട്ട് ശരിയാകാതെ വരികയും ഒക്കെ ചെയ്തപ്പോഴൊക്കെ ഈ 2-2.5 മണിക്കൂർ എടുത്ത് പാടി വിവശനായി ഇറങ്ങി വന്ന് ഏതാണ്ട് ചങ്ങനാശ്ശേരിക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്കുള്ള ഒരു ഭാഗത്തങ്ങോട്ട് എത്തിയപ്പം അമ്പിളിയുടെ കോള് വന്നിട്ട് ഇവൾ കരയുകയാണ്. അച്ഛാ, ഞാനൊരു അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ ചെന്നിരുന്നു, ഞാൻ പ്രഗ്നൻ്റാണ്, എനിക്കൊരു കുഞ്ഞിനെ ദൈവം തരുന്നു. ശരിക്കും ഈ പാട്ട് പിറക്കുകയും അവളുടെ ഉദരത്തിലൊരു കുഞ്ഞ് പിറക്കുകയും ഈ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും ഞാൻ ഓർക്കും, ദൈവമേ, ഇത് ഹൃദയം അടഞ്ഞ് മനസ്സ് തകർന്നും പോയവർക്ക് ഒരു പുതിയ പ്രകാശവും ഒരു പിറവിയും എല്ലാം കൊണ്ടും ഇങ്ങനെ തകർന്ന് നിൽക്കുമ്പോഴേ ഇനിയിപ്പം മരണം മാത്രം, എല്ലാം ചെയ്തു, പ്രാർത്ഥിച്ചു, ഇനി പ്രാർത്ഥിക്കാനില്ല, ഇനിയിപ്പോൾ ഉപവസിക്കാനില്ല, ഇനി ഉപവാസം പറഞ്ഞുകൊണ്ട് വരല്ലേ, ഞാൻ ഉപവസിച്ച് മടുത്തു, ഇനി ഉപദേശം വേണ്ട, ഞാനിതൊക്കെ ബൈബിളൊക്കെ അരച്ച് കളക്കി, എനിക്കിനി ഒരു വഴിയുമില്ല എന്ന് പറയുന്നവർക്ക് ഈ പാട്ടൊരു അഭിഷേകമാകുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് നടന്നു പോണി, നടന്നു. പാട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ നിമിഷം തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു പാട്ടും പിറന്നു, ഒരു പ്രാർത്ഥനയുടെ ഉത്തരവും ഉണ്ടായി. അതെ, ഒരു പാട്ടും പിറന്നു, ഒരു ഹൃദയത്തിൽ ഒരു വലിയ പ്രത്യാശയും പിറന്നു. അതിനുശേഷം അവർക്ക് എനിക്ക് തോന്നുന്നത് അവരിപ്പോൾ കമ്പത്തങ്ങാട് താമസിക്കുന്ന ഈ വക്കച്ചനും അമ്പളിക്കും 3 മക്കളുണ്ടായി. ഈ ആഗിൻ പിന്നീട് മരിക്കുകയാണ്. ഈ ആഗിൻ മരിക്കുമ്പോൾ ഈ കുഞ്ഞ്, നിങ്ങൾ ഓർക്കണം ബോണി, ഈ കുഞ്ഞിന് ഒരിക്കലും എന്നെ അറിയത്തില്ല, നേരിട്ട് കണ്ടിട്ടില്ല. കുഞ്ഞ് ഈ പാട്ടും അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല എന്നുള്ള പാട്ടും പാടിയിട്ട് അമ്പിളി പറഞ്ഞതനുസരിച്ച് ഈ കുഞ്ഞ് കിടക്കയിൽ നിന്ന് നീന്തി എഴഞ്ഞ് അടുക്കള വരെ വരുമായിരുന്നു. എന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ആലോചന ചോദിച്ചിട്ടും വേറൊരു സീനിയർ അച്ഛനോട് ആലോചന ചോദിച്ചിട്ടും ഞാൻ ആ കുഞ്ഞിന് മെഡിക്കൽ കോളേജിൽ അവിടുത്തെ വികാരിച്ചൻ്റെ അനുവാദത്തോടെ മെഡിക്കൽ കോളേജിൽ മരണത്തിന് മുമ്പ് ആദ്യ കുർബാന കൊടുത്തപ്പം ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൈയിങ്, അവൻ്റെ ആദ്യ കുർബാന. അപ്പോഴാണ് അവന് കുർബാന നാവിൽ മെല്ലെ അലിയിച്ച് കൊടുത്തിട്ട് ഈ പാട്ട് പാടി, എൻ്റെ ഇടയൻ നിന്നെ നടത്തും, നിൻ്റെ ഉള്ളം കലങ്ങിടണ്ട, നിൻ്റെ പരിപാലകൻ തെല്ലും അല്പം പോലും ഉറങ്ങുകില്ല, ദൈവമെൻ്റെ കൂടെ ഉള്ളപ്പോൾ എന്തിനേറെ ഭയന്നീടണം, നൊന്തു നീറി കരഞ്ഞിടണം. അതുകൊണ്ട് ബോണി അങ്ങോട്ട് ഫ്രഷ് ആയിട്ടിരുന്നേ, അത് ശ്വാസമൊക്കെ പിടിച്ച് നേരെ ഇരുന്നേ. എന്തിനാ ബോണി ഇങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാനല്ല ബോണിയോട് ചോദിക്കുന്നത്. ശരിക്കും ഞാൻ അങ്ങോട്ട് പറയാൻ പോയത്, അച്ഛാ
ഞാൻ ഓക്കെ ആയിരുന്നു. അപ്പം എല്ലാവരും ഓക്കെ ആയി കാണും. ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സ് പിടഞ്ഞ് ഒരുപക്ഷെ ഭർത്താവിനോടോ ഭാര്യയോടോ കുഞ്ഞുങ്ങളോടോ ഒന്നും പറയാൻ പറ്റാത്ത ചില നീറുന്ന ദുഃഖങ്ങളുണ്ടല്ലോ, ഒരാളോടും അൺഷെയറബിളാണ്, പറഞ്ഞിട്ട് കാര്യവുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യവുമില്ലാത്ത ചില നീറ്റലുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷേ കർത്താവ് ഈ സമയം തന്നെ നേരിട്ടൊരു വിടുതൽ, അതായത് സങ്കീർത്തനം 57:3, സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി ഞാൻ നിന്നെ സഹായിക്കും. ഈ പാട്ടിൻ്റെ ഈ ഒരു അനാലിസിസിൻ്റെ ഇടയ്ക്ക് തന്നെ കർത്താവ് അവരെ തൊടട്ടെ. അല്ലെ പിന്നെ എന്നാ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട്? അല്ല, അച്ഛൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല, ആർക്കും മനസ്സിലാകുകയില്ല. ചിലപ്പോൾ നമ്മൾ വലിയ കാര്യത്തിൽ പറയും, എനിക്കൊരു ദുഃഖം പറയാം ബോണി, എനിക്കൊരു ദുഃഖം പറയാനുണ്ട് ബോണി, എനിക്ക് ഭയങ്കര അസ്വസ്ഥ. അപ്പോൾ അച്ഛാ പറഞ്ഞു വെച്ചാ, എനിക്ക് എൻ്റെ ഹൃദയ ശരീരത്തെ ബോണി ഞാൻ മരിച്ചു പോകും പറഞ്ഞു വെച്ചാ, അല്ലെങ്കിൽ പറഞ്ഞോ മോനെ, അല്ലെങ്കിൽ പറഞ്ഞോ മോളെ. അപ്പോൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വലിയ കാര്യത്തോടെ നമ്മുടെ നെഞ്ചത്തിരിക്കുന്ന ഈ ഭാരം പറയുമ്പോൾ അവർ ചിരിച്ചു തള്ളും. ഇതാണോ വലിയ ദുഃഖം എന്നൊക്കെ ചോദിക്കുന്നത്. നമ്മുടെ നെഞ്ച് പുകഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത്. നമുക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ മേല. ലീഡ് കൈൻഡിൽ ലൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഒറ്റ ചൂടൊന്ന് ഇന്നത്തെ ദിവസം ഒന്ന് കടന്ന് കിട്ടിയാൽ മതി. ഇന്നത്തെ ദിവസം ഒന്ന് കടന്ന് കിട്ടി വേണ്ട, ഈ ഒരു മണിക്കൂർ ഒന്ന് കടന്നാൽ മതി എന്ന് ഓർത്തിട്ട് ഒന്ന് പറയുമ്പോഴായിരിക്കും കേൾക്കുന്നയാൾ നിസ്സാരമാക്കി കഴിയും. അല്ല, അങ്ങനത്തെ അനുഭവങ്ങളില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നത് ഒരാശ്വാസത്തിനോ ഒരു സുഖത്തിനോ പറയുന്നില്ല. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അതാണ് സത്യം. അതാണ് സത്യം. അപ്പോഴാണ് തനിയെ പാട്ട് വരുന്നത്. തനിയെ പാട്ട് വരുന്ന അങ്ങനെ ഞാൻ ബോണിയോട് കഴിഞ്ഞ നമ്മൾ ശുശ്രൂഷയിലായിരുന്നു പറഞ്ഞില്ലേ, ഈ തനിയെ വരുന്ന പാട്ടുകൾ ദൈവത്തിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിയുന്നത് മറ്റ് ചില സംഭവങ്ങളിലൂടെയാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്, ചില അനുഭവങ്ങളിലൂടെയാണ്. ഈ പാട്ടിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട പെന്തക്കോസ്താ സഹോദരങ്ങൾ പൊതുവെ കത്തോലിക്ക സഭയിൽ നിന്ന് ഒറിജിനേറ്റഡ് ആയ പാട്ടുകൾ പൊതുവെ പെന്തക്കോസ്താ സഭാംഗങ്ങൾ ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച ഒരു നല്ല കാലം തൊട്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. അത് പിന്നീടൊരു പാട്ട് എഴുതുമെന്നോ അത് പെന്തക്കോസ്താ സഹോദരങ്ങൾ ഉപയോഗിക്കണമെന്നോ അതിനുള്ളൊരു തന്ത്രമായിട്ടല്ല. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവരോട് ഞാൻ സംസാരിക്കും, അവരുടെ കൂട്ടായ്മയിരിക്കുമ്പോഴും പറയും. പണക്കമില്ല, ഒരു ഭാരവുമില്ല, കൂടിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് മടിയില്ല. പക്ഷേ പരിശുദ്ധ അമ്മയെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബഹുമാനപ്പെട്ട പെന്തക്കോസ്താ സഹോദരൻ, ഞങ്ങൾ തമ്മിലൊരു വാഗ്വാദവും ഇല്ല. അദ്ദേഹം കുമ്പളി ഭാഗത്തുനിന്നും എന്നെ വിളിച്ച്, എൻ്റെ ഇടയൻ എന്നെ നടത്തിയച്ചോ എന്നും പറഞ്ഞ് സ്തോത്രം വച്ചോ, എൻ്റെ ഇടയൻ എന്നെ നടത്തി എന്നും പറഞ്ഞ് വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിന്ന് ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിച്ചില്ലേ, ഫോണിൽ പ്രാർത്ഥിച്ചത് ബ്രദർ ജോസ് പനച്ചിക്കാടെന്നൊരു സഹോദരനുമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നു. എനിക്ക് വലിയ ഒരു ഞങ്ങൾ ഒരുമിച്ചാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ റിംഗ് ടോൺ ഇതായിരുന്നു, എൻ്റെ ഇടയൻ എന്നെ നടത്തും. അപ്പോൾ അതിനുശേഷം ഒരു മാനുഷിക ബുദ്ധിയിൽ ജോസ് ഇങ്ങനെ ചിന്തിച്ചു, എന്നാൽ അച്ഛൻ്റെ വേറൊരു പാട്ടിടാം. അപ്പോൾ നമ്മുടെ ഈ അമ്പാട്ടൂടി അച്ഛനൊക്കെ ഇല്ലേ, നമ്മുടെ അമ്പാട്ടൂടി അച്ഛനൊക്കെ ശുശ്രൂഷയിൽ വലിയ സ്ഥാനത്താണ്. അപ്പോൾ ഇവിടെ അച്ഛൻ ജോസിനെ വിളിക്കും, എടാ നീ ഫോൺ എടുക്കല്ലേ, എനിക്ക് രണ്ടുപേരും ഒന്ന് കേട്ട് ഒന്ന് ബലപ്പെടാനാണ്. അപ്പോൾ ഇത് ശരിക്കും ഇത് കേൾക്കുമ്പം ദൈവവചനത്തിൻ്റെ ശക്തിയുണ്ടോ? എൻ്റെ ഇടയൻ എന്നെ നടത്തും. ദൈവവചനത്തെ നമ്മളൊന്ന് പാകപ്പെടുത്തി മനുഷ്യന് കൊടുക്കുമ്പം, അതായത് എല്ലാ മനുഷ്യർക്കും വചനം അതുപോലെ ഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. ഒരു സാധു മനുഷ്യനാകട്ടെ ശുശ്രൂഷകനാകട്ടെ ഒന്ന് പാകപ്പെടുത്തി കൊടുക്കുമ്പം ദൈവവചനം തന്നെ പാട്ടാക്കുമ്പോൾ, ചുരുക്കത്തിൽ ഈ പാട്ടിൻ്റെ ഭംഗി ദൈവവചനം തന്നെ പാട്ടാക്കിയതിൻ്റെ മഹത്വമാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയുമാണ് ഈ പാട്ടിൽ. അല്ല, ഒരു ഭാവനയല്ല. എന്തോ ബോണി എന്തോ ഒരു ഉള്ളിൽ ഇപ്പോഴും അങ്ങോട്ടൊരു എന്തോ ഒരു ഇതുള്ളത് പോലെ എനിക്ക് തോന്നി, ഒരു മങ്ങലുള്ള പോലെ തോന്നി. ഇല്ല മാറി. എനിക്ക് തോന്നുന്നത് എൻ്റെ ഉള്ളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു വർത്തമാനം തീർച്ചയായിട്ടും ഒരു സൗഖ്യത്തിന് കാരണമായിട്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സാധാരണ ഇല്ലാത്തൊരു സന്തോഷം ഇന്ന് എനിക്കുണ്ട്. സാധാരണ എൻ്റെ മുഖം എപ്പോഴും മ്ലാനമായിരുന്നു. ഇപ്പം ബോണിയും ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഹാപ്പി ആയല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ സ്റ്റാൻസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, എനിക്ക് അറിയാൻ പാടില്ല. സത്യത്തിൽ ഈ പാട്ട് ഞാൻ എഴുതുന്നത് എൻ്റെ പൗരോഹിത്യ ദൈവവിളിയുടെ പശ്ചാത്തലത്തിലാണ്. ഞാനൊരു നിസ്സാരപ്പെട്ടവനാണ്, ബോണി ഒരു നിസ്സാരപ്പെട്ടവനാണ്. ചിലപ്പോൾ മനുഷ്യൻ തരുന്ന സംരക്ഷണത്തിൻ്റെ വേലി പൊളിയും, മനുഷ്യന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അനുപല്ലവി ഇങ്ങനെയാണ്, മാമലകൾ ഓർശലേമിൻ്റെ ചുറ്റുമതിലായിടുന്ന പോൽ
എൻ്റെ നായകൻ പരിപാലകൻ മറച്ചിടും എന്നെ തൻ ചിറകതിനാൽ. എൻ്റെ നായകൻ പരിപാലകൻ മറച്ചിടും പൊതിഞ്ഞിടും എന്നെ തൻ ചിറകതിനാൽ. എൻ്റെ പ്രാണനിൽ ആനന്ദം ഒഴുകിടുന്നു. ഈ ജെറുസലേം ഈ മലകളാൽ ചുറ്റപ്പെട്ട നഗരം എന്നറിയപ്പെടുന്നത്. മാമലകൾ പർവ്വതങ്ങൾ ഓർസലേമിന് ചുറ്റുമതിൽ ആയിടുന്ന പോലെ എൻ്റെ നായകൻ എൻ്റെ പരിപാലകൻ എന്നെ മറച്ചിടും തൻ്റെ ചിറകിൽ. എന്നാ തോന്നുന്നു കേട്ടോ? ഐ മീൻ ഒരു അപ്രീസിയേഷൻ ചോദിച്ചതല്ല. എങ്ങനെ എന്നെ തോന്നുന്നു? അല്ല, അച്ഛനത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു പ്രത്യാശയുടെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നു ഉള്ളിൽ. എനിക്ക് ചുറ്റും ഒരു മറയിട്ട് നിൽക്കുന്ന ഇടയൻ ഈശോ. കർത്താവ് തൻ്റെ അതായത് ജെറുസലേമിനെ കുറിച്ച് പറയുന്നത് ആർക്കും ശത്രുക്കൾക്ക് പെട്ടെന്ന് വന്ന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. കാരണം എല്ലാ വശത്തും മാമലകളാണ്, എല്ലാ വശത്തും പർവ്വതങ്ങളാണ്. അപ്പോൾ ഈ മല കയറി വന്ന് ശത്രു കീഴ്പ്പെടുത്തുക എളുപ്പമല്ല. അത്രയ്ക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ നഗരമെന്ന് പറയാൻ കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം അവിടെ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കാറ്റ് വീശിയോ ഒരു അങ്ങനെ കയറി വരില്ല. അപ്പം അതുപോലെ എന്നെ ദൈവം സംരക്ഷിക്കും എന്നൊരു അനുഭവമാണ്. അച്ഛാ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഈ വിഷമങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ തന്നെ വിശ്വസിക്കണം അല്ലേ? അത് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ നമുക്ക് വേറെ ഒരു ഇപ്പം ഞാനിങ്ങനെ പറയാറുണ്ട്, മനഃശാസ്ത്രപരമായി വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടല്ല. ഉദാഹരണം, ചിലരോട് ഞാനിങ്ങനെ ചോദിക്കും പറയാറുണ്ട്, ദൈവമില്ല എന്ന് കരുതുന്നതിനേക്കാൾ സമാധാനം ദൈവം ഉണ്ടെന്ന് കരുതുന്ന, അതുകൊണ്ട് അങ്ങ് കരുതുന്നു. നോ, ദൈവമില്ല എന്ന് കരുതുന്നതിനേക്കാൾ സമാധാനം കിട്ടുന്നത് കൊണ്ടല്ല. പിന്നെയോ ഇതാണ് സത്യം. യേശുവിൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ദൈവം രക്ഷിക്കും. അതൊരു വിശ്വാസം അച്ചോ. നമ്മുടെ അനേകരുടെ പ്രശ്നം ഇതാ, ഒരു ബിലീഫാണ്. എൻ്റെ അച്ഛാ എല്ലാം ദൈവം നന്മയാക്കും അച്ചോ, ദൈവം സംരക്ഷിക്കുമല്ലേ അച്ചോ, അല്ലാതെ എന്നാവർത്ത് സന്തോഷിക്കാനാ. ഇതൊന്നും ഫെയ്ത്ത് അല്ല, ഇതൊരു സൈക്കോളജിക്കൽ ബിലീഫാണ്. അതല്ല, നമുക്ക് വേറെ വഴി ഇല്ലാത്തത് കൊണ്ടല്ല, ഇതാണ് സത്യം. എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും. എൻ്റെ ദൈവം സംരക്ഷിച്ചില്ലെങ്കിൽ ആരും സംരക്ഷിക്കാനില്ല. മലയാണ്, പർവ്വതമാണ്, കുന്തമാണ്, കുടച്ചക്രമാണെന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനും സംരക്ഷണം തരാൻ പറ്റത്തില്ല. മാമലകൾ ഓർസലേമിൻ്റെ നല്ല ചുറ്റുമതിലായിടുന്ന പോൽ എൻ്റെ നായകൻ എന്നെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കും. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ എന്ന വണ്ണം ഞാൻ എത്രമാത്രം നിങ്ങളെ ചേർത്ത് നിർത്തി സംരക്ഷിക്കാൻ നോക്കിയെന്ന് ഈശോ കൃത്യം പറയുന്ന ഓർത്തേ. ഒരു പടച്ചില്ല. എനിക്ക് നിന്നെ സംരക്ഷിക്കാതിരിക്കുമ്പം ദൈവത്തിന് സന്തോഷമോ ദുഃഖമോ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അങ്ങനെ പറയുന്നത് ദൈവം പൂർണ്ണ ആനന്ദമാണ്. പക്ഷെ എങ്കിലും ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു തത്രപ്പെടലാണ്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് സംരക്ഷിക്കണം. നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ പെടയുന്നത്? കുഞ്ഞെ, ഞാനുണ്ട്, നിൻ്റെ കൂടെ ഞാനുണ്ട്. മാമലകൾ ഓർസലേമിൻ്റെ. ബോണിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്, കുറേ അധികം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒന്ന് കേൾക്കാനൊരാഗ്രഹമുണ്ട്. ഈ കർത്താവ് കർത്താവിൻ്റെ വലിയ സംരക്ഷണമേ നേരിട്ട് ഇറങ്ങി കിട്ടിയത് ഞാൻ ചോദിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, എൻ്റെ മൂത്ത മോളെ കൺസീവ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്കാനിങ് നടത്തിയപ്പോൾ അവളൊരു മന്ദബുദ്ധിയായ കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് കഴിയുമെങ്കിൽ അബോർഷൻ നടത്തുക. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നമുക്ക് അറിയാം, ദൈവം അറിയാതെ ഒരു ജീവനും അമ്മയുടെ ഉദരത്തിൽ വരുന്നില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങ് വിശ്വസിച്ചു. പക്ഷേ കരഞ്ഞു, വിഷമമുണ്ടായി. ചിലരൊക്കെ ചോദിച്ചു, ഡോക്ടർ പറയുന്നത് കേട്ടാൽ പോരെ, സ്കാനിങ് ഒക്കെ അതിനുവേണ്ടി കണ്ടുപിടിക്കാനല്ലേ ദൈവം നമുക്ക് കഴിവ് തന്നത്. പക്ഷെ അപ്പോഴും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും ഉറച്ചു വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഒരു 6ഓളം സ്കാനിങ് നടത്തി. എല്ലാ സ്കാനിങ്ങിലും ഇത് തന്നെ റിപ്പോർട്ട്. പക്ഷേ 8ാം മാസത്തിൽ സിസേറിയൻ ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഡോക്ടർ എന്നെ ആശ്വസിപ്പിച്ചു ഒരു 45 മിനിറ്റ്. കാരണം ഞാൻ വൈകാതെ ഒരു മന്ദബുദ്ധിയായ കുട്ടിയുടെ അപ്പനാകാൻ പോവുകയാണ്. ആശ്വസിപ്പിച്ചു. വല്ലാത്തൊരു വിഷമം തോന്നി. ഓപ്പറേഷൻ കൊണ്ടുപോയ സമയത്ത് ഞാൻ ചാപ്പലിൻ്റെ
ഒരു മൂലയ്ക്ക് ആരും കാണാതെ ഒരു തൂണിൻ്റെ മറയത്ത് കൈ ഉയർത്തി പിടിച്ച് ഒരു അത്ഭുതം നടക്കാൻ ഞാൻ അന്നേരവും പ്രാർത്ഥിച്ചില്ലായിരുന്നു. ദൈവം നൽകുന്നതിനെ സ്വീകരിക്കാൻ ഉള്ള കൃപ. ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ അളിയൻ വന്ന് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് എൻ്റെ കാല് കയറുന്നില്ല, ഒരു മല കയറുന്ന ഫീലിങ്സാണ്, നടന്നിട്ടങ്ങ് മുന്നോട്ട് പോകുന്നില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. പല വാതിലുകൾ കടന്ന് ഞാനങ്ങ് ചെല്ലുമ്പോൾ പച്ച ഉടുപ്പിട്ട് ഗ്ലൗസ് ഒന്നും ഊരാതെ രക്തം പുരണ്ട കൈകളുമായിട്ട് ഡോക്ടർ നിൽക്കുക. അപ്പോൾ എനിക്ക് എന്താ കേൾക്കാൻ പോകുന്നതെന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമമുണ്ട്. ഡോക്ടർ പറഞ്ഞു, തൻ്റെ വിശ്വാസം അപാരം തന്നെ, കുഞ്ഞിനൊരു കുഴപ്പമില്ലടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചുറ്റുമതിലിങ്ങനെ ദൈവം പിടിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും കരയുന്ന സങ്കടപ്പെടുന്ന ഏത് മനുഷ്യൻ്റെയും നെഞ്ചിന് ചുറ്റും ഉള്ളത് വാരിയല്ലല്ല. തകർന്നു നിൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെയും ഒരു ഭാര്യയുടെയും എല്ലാ വഴിയും അടഞ്ഞ് കൂട്ടിലടയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു മനുഷ്യൻ്റെ ചുറ്റും നിൽക്കുന്നത് കൂടിൻ്റെ കമ്പിയുമല്ല, നെഞ്ചിൻ്റെ വാരിയല്ലുമല്ല, അത് ദൈവസ്നേഹത്തിൻ്റെ പർവ്വതങ്ങളാണ്. മാമലകൾ ഓർശലേമിൻ്റെ ചുറ്റുമതിലായിടുന്നപ്പോൾ എൻ്റെ നായകൻ പരിപാലകൻ മറച്ചിടും നമ്മളെയൊക്കെ അങ്ങനെ മറച്ചതിൻ്റെ ബാക്കി പത്രങ്ങളല്ല ഇങ്ങനെ നമ്മളിങ്ങനെ മുഖത്തോട് മുഖം നോക്കി നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. ഉറപ്പായിട്ടും താബോറിന്റെ താഴ്വാരങ്ങളിൽ തിന്മ ചെയ്ത